നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. ഇന്ന് നിശബ്ദം, നാളെ നിർണയം. സമ്മതിദാനത്തിന്റെ മഷിയടയാളം കാത്ത് കേരളം. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ 2.5 കോടിയിലധികം വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിൽ. വിധിയെടുത്ത് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. സംസ്ഥാന വ്യാപകമായി നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 2.5 മാസം കടന്ന പരസ്യപ്രചരണത്തിന്റെ കൊട്ടിക്കലാശം കടന്ന് ഇന്ന് നിശബ്ദ പ്രചരണം. സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയിറങ്ങി അവസാനവട്ട അഭ്യർത്ഥനയിൽ. കൂട്ടിയും കിഴിച്ചും പ്രതീക്ഷകൾക്ക് നിറം പകർന്ന് മുന്നണി നേതൃത്വങ്ങൾ. അവകാശവാദങ്ങളുടെ ഉയരത്തിൽ 3 മുന്നണികളും പങ്കുവയ്ക്കുന്നത് തുല്യ പ്രതീക്ഷ. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇക്കുറി കന്നി വോട്ടർമാർ 28.71 ലക്ഷം പേർ. ആകെ സമ്മതിദായകർ 2,60,19,284. ആകാശം തൊടുന്ന അവകാശവാദം. തൊട്ടറിയാവുന്നത്ര അരികിലെത്തിയ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രതീക്ഷകളും അവകാശവാദങ്ങളും വാനോളം ഉയർത്തി മുന്നണികൾ. UDF 85 സീറ്റിൽ പ്രതീക്ഷയുടെ കണക്കുറപ്പിക്കുമ്പോൾ 100-ൽ കുറയില്ലെന്ന പ്രവചനത്തിൽ ആവേശം നിറച്ച് ഇടതുമുന്നണി. അതേസമയം കേവല ഭൂരിപക്ഷത്തിലെത്തുക എന്നത് അസംഭവ്യമല്ലെന്ന് NDA. ജനങ്ങൾക്ക് തന്നിലുള്ള വിശ്വാസം LDFനെ ഭയപ്പെടുത്തുന്നു എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സർക്കാരിനെ 5 വർഷവും BJP രാഷ്ട്രീയമായി നേരിട്ടെങ്കിൽ ഇടതുമുന്നണി പല രീതിയിലും ലക്ഷ്യം വെച്ചു. എന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഭരണ തുടർച്ചയാണെന്നും മുഖ്യമന്ത്രി. അഴിമതി സർക്കാരിനെ തൂത്തെറിഞ്ഞ് LDF ഭൂരിപക്ഷ ജയം നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി. സോളാർ കേസിൽ സരിത പുതിയ തെളിവുകൾ ഹാജരാക്കിയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി നിലപാട് വ്യക്തമാക്കണം. BJP ഇത്തവണയും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും കോടിയേരി. മാറി മാറി പരീക്ഷിച്ച മുന്നണികളുടെ തനിനിറം ജനങ്ങൾക്ക് മനസ്സിലായെന്നും ഇക്കുറി മാറ്റം സംഭവിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. 71 സീറ്റ് നേടുക എന്നത് NDA സംബന്ധിച്ച് അസാധ്യമല്ല. കൊട്ടിക്കലാശം കഴിഞ്ഞപ്പോൾ ജനപിന്തുണ തങ്ങൾക്കാണെന്നും കുമ്മനം. ക്ലൈമാക്സിലെ ബലാബലം. പ്രചരണ വിഷയങ്ങൾ അനുദിനം മാറിമറിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ആകാംക്ഷ പകുതിയോളം മണ്ഡലങ്ങളിൽ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിൽ ഇടത് വലത് മുന്നണികൾ ജയം കൊണ്ട സീറ്റുകളിൽ ഇക്കുറി അന്തിമ ഫലം പ്രവചനാതീതം. നേതൃത്വങ്ങൾക്ക് നെഞ്ചിരിപ്പ് കൂട്ടി ത്രികോണ മത്സരവും ശക്തം. LDF UDF നേർക്കുനേർ പോരാട്ടം എന്ന പതിവ് രീതി വിട്ട് ഇത്തവണ പലയിടത്തും മുന്നണികൾ ബലാബലം പരീക്ഷിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യവുമായി. കാസർകോട്ടും തിരുവനന്തപുരത്തും ചില മണ്ഡലങ്ങളിൽ മത്സരം BJPയുമായെന്ന് AK ആന്റണി. NDA സഖ്യത്തിൽ ഉൾപ്പെട്ട BDJS വോട്ടുകൾ വിധി നിർണായകം. SNDP യോഗത്തിന്റെ രാഷ്ട്രീയ കക്ഷി സംസ്ഥാനത്ത് എത്ര ശതമാനം വോട്ട് സമാഹരിക്കുമെന്നത് പ്രധാന ചോദ്യം. പിളർപ്പുകളും പുതിയ പാർട്ടി രൂപീകരണങ്ങളും കണ്ട തിരഞ്ഞെടുപ്പിൽ വിധി പ്രഖ്യാപനം 19-ന്. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. കൊലയാളിയിലേക്ക് ചൂണ്ടുവിരൽ. ജിഷ കൊലക്കേസിൽ ഘാതകനെ തിരിച്ചറിഞ്ഞതായി വിശ്വസനീയ സൂചന. അരുംകൊല നടത്തിയത് പശ്ചിമബംഗാൾ സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന് വിവരം. കൊലയ്ക്ക് ശേഷം പെരുമ്പാവൂർ വിട്ട ഇയാൾ ഡാർജിലിംഗിൽ കസ്റ്റഡിയിൽ. പ്രതിയുടെ DNA സാമ്പിൾ ഇന്ന് കേരളത്തിലെത്തിക്കും. ജിഷയുടെ വീട് പണിക്കെത്തിയ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രതിയും 3 സുഹൃത്തുക്കളും കൊലയ്ക്ക് ശേഷം സ്ഥലം വിട്ടിരുന്നതായി അന്വേഷണ സംഘം. മൊബൈൽ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ സംഭവ ദിവസം പെരുമ്പാവൂരിൽ ഉണ്ടായിരുന്നതിനും തെളിവ്. കേസിൽ നിർണായക വഴിത്തിരിവായി ജിഷയുടെ ചുരിദാറിൽ പുരണ്ട ഉമിനീരിൽ നിന്ന് കൊലയാളിയുടെ DNA പ്രൊഫൈൽ തിരിച്ചറിഞ്ഞത് ഇന്നലെ. സംശയിക്കപ്പെടുന്നയാളുടെ DNA സാമ്പിളുമായി ഇത് ചേർന്നാൽ അറസ്റ്റിന് പ്രതിയുടെ കുറ്റസമ്മത മൊഴി പോലും വേണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.